മണ്ണിലേക്ക് ശബ്ദം റെക്കോർഡ് ചെയ്യാം. കേൾക്കുമ്പോൾ ഞാൻ എന്ത് പൊട്ടത്തരമാണ് വിളിച്ചു പറയുന്നത് എന്ന് പലർക്കും തോന്നിയേക്കാം. പക്ഷേ സംഗതി സത്യമാണ്. അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. പറ്റുമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഇനേബിൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. മണ്ണിലേക്കാണ് ഞാൻ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതിനായി മണ്ണിലേക്ക് തന്നെ നമുക്ക് ഇറങ്ങിച്ചെല്ലാം. ഈ മണ്ണിൽ ഒരു വസ്തു ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിനെ ഈ മണ്ണിൽ നിന്നും വേർതിരിച്ച് എടുക്കാം. അതിനായി ഞാനിവിടെ ഉപയോഗിക്കുന്നത് പേപ്പറിൽ പൊതിഞ്ഞ ഒരു കാന്തമാണ്. ഈ ഒരു പ്രവൃത്തി നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് സാധനമാണ് ഞാൻ ഈ മണ്ണിൽ നിന്നും വേർതിരിച്ച് എടുക്കുന്നത് എന്ന്. മണ്ണിലടങ്ങിയിട്ടുള്ള ഇരുമ്പിൻ്റെ അംശമാണ് ഞാൻ ഇതിലൂടെ വേർതിരിച്ച് എടുക്കുന്നത്. ഇരുമ്പായിട്ടല്ല, പകരം അയൺ ഓക്സൈഡ് അഥവാ തുരുമ്പായിട്ടാണ് മണ്ണിൽ ഇവ കാണപ്പെടുന്നത്. അയൺ ഓക്സൈഡും ഒരു മാഗ്നറ്റിക് മെറ്റീരിയലാണ്. അതുകൊണ്ടാണ് ഇത് കാന്തത്തിൽ ആകർഷിക്കുന്നത്. കഴിയുന്നത്ര അയൺ ഓക്സൈഡ് നമുക്ക് ഈ ഒരു പ്രവൃത്തിയിലൂടെ മണ്ണിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. മേൽമണ്ണിൽ അടങ്ങിയിട്ടുള്ള മണ്ണിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സബ്സ്റ്റൻസുകളിൽ ഒന്നാണ് അയൺ ഓക്സൈഡ്. അതുകൊണ്ട് തന്നെ ഏത് മേൽമണ്ണിൽ നിന്നും നമുക്ക് അനായാസം ഈ അയൺ ഓക്സൈഡ് വേർതിരിച്ച് എടുക്കാൻ സാധിക്കുന്നതാണ്. അരമണിക്കൂർ കൊണ്ട് ഞാൻ മണ്ണിൽ നിന്നും വേർതിരിച്ചെടുത്ത അയൺ ഓക്സൈഡാണ് ഇത്. ഈ ഒരു അയൺ ഓക്സൈഡിനെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതിനെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ചെറിയ ഉരലാണ്. വേർതിരിച്ചെടുത്ത അയൺ ഓക്സൈഡ് ഇതിലേക്ക് ഇട്ടിട്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ പൊടിച്ചെടുക്കുക. ഈ പൊടിച്ചതിൽ നിന്നും നമുക്ക് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അരിമാവൊക്കെ അരിക്കുന്ന ചെറിയൊരു അരിപ്പാണ്. ഇനി ഈ അരിച്ചെടുത്ത പൊടിയിൽ നിന്നും വളരെ സൂക്ഷ്മമായ തരികളെ നമുക്ക് വേർതിരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായി മറ്റൊരു കുപ്പിയിലേക്ക് അരിച്ചെടുത്ത പൊടി മാറ്റുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഒരു അയൺ റോഡോ അലുമിനിയം റോഡോ ഉപയോഗിച്ചുകൊണ്ട് നന്നായി ഈ ഒരു വെള്ളത്തെ ഇളക്കിയെടുക്കുക. അതിനുശേഷം ഈ കലങ്ങിയ വെള്ളത്തെ മറ്റൊരു കുപ്പിയിലേക്ക് ഒഴിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മൈക്രോ പാർട്ടിക്കിൾസ് നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ വലിപ്പം കൂടിയ തരികളെല്ലാം ഈ ഒരു കുപ്പിയുടെ അടിഭാഗത്തായിട്ട് ഉണ്ട്. ഇനി ഈ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന മൈക്രോ പാർട്ടിക്കിൾസ് നമുക്ക് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ഈ കുപ്പി ഒരുപാട് നേരം അനക്കാതെ വയ്ക്കുക. 1 മണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ ഈ വെള്ളം തെളിഞ്ഞതായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ പൊടികളെല്ലാം ആ കുപ്പിയുടെ അടിഭാഗത്തായിട്ട് ഉണ്ട്. നമുക്ക് ഈ വെള്ളം ഇനി ആവശ്യമില്ല, അത് ഒഴിച്ചു കളയുക. ഇനി ശേഷിക്കുന്ന ഭാഗം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഈ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നത് അയൺ ഓക്സൈഡിൻ്റെ മൈക്രോ പാർട്ടിക്കിൾസ് ആണ്.
ഇതിലടങ്ങിയിരിക്കുന്ന ജലാംശത്തെ നമുക്ക് പൂർണ്ണമായി മാറ്റേണ്ടതുണ്ട്. അതിനായി ഈ പാത്രത്തെ വെയിലത്ത് കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഈ പാത്രത്തിലെ ജലാംശമെല്ലാം സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയായി പോകുന്നതാണ്. അരമണിക്കൂറിന് ശേഷം ഒന്ന് നോക്കുമ്പോൾ ഈ പാത്രത്തിലെ ജലാംശമെല്ലാം നീരാവിയായി പോയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം. ഈ പാത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അയൺ ഓക്സൈഡിൻ്റെ തരികളെ നമുക്ക് ഇതുപോലെ ഒരു കത്തിയോ ബ്ലേഡോ ഉപയോഗിച്ചുകൊണ്ട് ചുരണ്ടിയെടുക്കാം. ഈ വേർതിരിച്ചെടുത്ത അയൺ ഓക്സൈഡ് പൗഡറിനെ മറ്റൊരു പേപ്പറിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഒരു സെലോ ടേപ്പാണ്. ഈ ഒരു സെലോ ടേപ്പിനെ ഞാൻ 3.8 മില്ലിമീറ്റർ വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേർതിരിച്ച് എടുത്ത അയൺ ഓക്സൈഡ് പൗഡർ ഈ ഒരു സെലോ ടേപ്പിൻ്റെ പശയുള്ള ഭാഗത്ത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ നമ്മൾ കുറച്ച് നീളത്തിൽ സെലോ ടേപ്പിലേക്ക് ഈ ഒരു അയൺ ഓക്സൈഡ് പൗഡർ തേച്ച് പിടിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സെലോ ടേപ്പിനെ നമുക്ക് ഓഡിയോ ടേപ്പ് എന്ന് വിളിക്കാം. ഈ ഉണ്ടാക്കിയെടുത്ത ഓഡിയോ ടേപ്പിനെ ഒരു ഓഡിയോ കാസറ്റ് കാട്രിഡ്ജിലേക്ക് നമുക്ക് ചുറ്റിയെടുക്കാം. ഈ ഒരു ഓഡിയോ കാസറ്റ് കാട്രിഡ്ജിനുള്ളിലേക്ക് ഓഡിയോ ടേപ്പ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഓഡിയോ ടേപ്പ് റെക്കോർഡറാണ്. സിമ്പിളായിട്ട് ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണാവുന്നതാണ്. ഈ ടേപ്പ് റെക്കോർഡറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാട്ടിത്തരാം. ഇതിലുള്ളത് ഒരു പ്ലേബാക്ക് ആംപ്ലിഫയറും റെക്കോർഡിംഗ് ആംപ്ലിഫയറുമാണ്. റെക്കോർഡിംഗ് ആംപ്ലിഫയറിൻ്റെ കൂടെ തന്നെ ഒരു ബയാസ് ഓസിലേറ്ററും ഉണ്ട്.
25 മുതൽ 100 കിലോഹെർട്സ് വരെയുള്ള ഹൈ ഫ്രീക്വൻസി സിഗ്നലിൻ്റെ കൂടെ ഓഡിയോ ഫ്രീക്വൻസിയും കൂടെ മിക്സ് ചെയ്താണ് റെക്കോർഡിംഗ് ഹെഡിലേക്ക് കൊടുക്കുന്നത്. എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് റെക്കോർഡിംഗ് നടക്കുകയുള്ളൂ. അതിനാണ് ബയാസ് ഓസിലേറ്റർ ഉപയോഗിക്കുന്നത്. ഓഡിയോ ടേപ്പ് ചുറ്റിയെടുത്ത ഈ കാസറ്റ് ഇനി ഈ ടേപ്പ് റെക്കോർഡിലേക്ക് ഫിക്സ് ചെയ്ത് നമുക്ക് റെക്കോർഡിംഗ് നടത്താം. ഞാൻ എൻ്റെ വോയിസ് ടെസ്റ്റ് സിഗ്നലായിട്ട് ഈ ഫോണിൻ്റെ വോയിസ് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാനതൊന്ന് കേൾപ്പിച്ച് തരാം. Testing 1 2 3 testing 1 2 3 testing 1 2 3. This is Mr. Tech Electronics YouTube channel. Testing homemade tape recorder recording tape. ഈ ടേപ്പ് റെക്കോർഡറിലെ റെക്കോർഡിംഗ് പ്ലേബാക്ക് സ്വിച്ച് റെക്കോർഡിംഗ് മോഡിലേക്ക് ഇട്ട ശേഷം ഈ ഒരു ഓഡിയോ ടേപ്പിലേക്ക് വോയിസ് റെക്കോർഡ് ചെയ്യുക. റെക്കോർഡിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പ്ലേബാക്ക് ചെയ്ത് നോക്കാം. വളരെ സക്സസ്ഫുള്ളായിട്ട് തന്നെ നമ്മൾ മണ്ണിൽ നിന്നും വേർതിരിച്ചെടുത്ത അയൺ ഓക്സൈഡ് പൂശിയിട്ടുള്ള ഓഡിയോ ടേപ്പിലേക്ക് എൻ്റെ ശബ്ദം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അത് തിരിച്ച് പ്ലേബാക്ക് ചെയ്യാനും എനിക്ക് സാധിച്ചു. മണ്ണിൽ നിന്നും വേർതിരിച്ചെടുത്ത വസ്തുവായതുകൊണ്ട് മണ്ണിലേക്ക് തന്നെയാണ് ഞാൻ എൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്തത്. അത് പ്രത്യക്ഷത്തിലല്ല, പരോക്ഷമായിട്ടാണ് ഉള്ളത്. ഇനി എന്തുകൊണ്ടാണ് എൻ്റെ ശബ്ദം വളരെ വളരെ ചെറുതായിട്ടാണ് തിരിച്ച് പ്ലേബാക്ക് ചെയ്യാൻ പറ്റിയത്? അതിന് കാരണം ഒറിജിനൽ ഓഡിയോ ടേപ്പിൽ അടങ്ങിയിരിക്കുന്ന അയൺ ഓക്സൈഡിൻ്റെ 5-10% മാത്രമാണ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഓഡിയോ ടേപ്പിൽ അടങ്ങിയിട്ടുള്ളത്. മാത്രമല്ല മണ്ണിൽ നിന്നും എടുത്ത വസ്തുവായതുകൊണ്ട് അതിൽ പൊടിയുടെയും മറ്റു മാലിന്യങ്ങളുടെയും അംശം ഉണ്ടാകാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ചില ഓഡിയോ ടേപ്പുകൾ ബ്രൗൺ കളറിലാണ് കാണുന്നത്. അതിന് കാരണം അതിൽ അടങ്ങിയിരിക്കുന്ന മാഗ്നറ്റിക് മെറ്റീരിയൽ അയൺ ഓക്സൈഡ് ആയതുകൊണ്ടാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വളരെ വളരെ വ്യത്യസ്തമായ വീഡിയോകളുമായി ഞാൻ ഇനിയും വരുന്നതാണ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമോൻ. ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.